ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا وسبح بحمد ربك واستغفره إنه كان توابا. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم إنكم سترون ربكم كما ترون القمر ليلة البدر. قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وعلم أمة محمد صلى الله عليه وسلم. ഗർഭം ചുമന്നതോ 10 മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം മുപ്പയിൽ ഒഴിവാണ്. വേദിൽ പുരുഷരായ മോഹനരായ പണ്ഡിത മഹത്തുക്കളെ, സംഘാടകരെ, വിശിഷ്ടാതിഥികളെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മപങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, വിശിഷ്യ നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, SKSSF കാട്ടിച്ചിറക്കൽ ശാഖയുടെ മജ്‌ലിസുൻ നൂർ 10ാമത് വാർഷികവും അൽഹംദുലില്ലാ സഹജാരി റിലീഫ് സെല്ലിന്റെ 9ാമത് വാർഷികവും ആംബുലൻസ് സമർപ്പണവും ദുആ മജ്‌ലിസുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ട ഒരു മജ്‌ലിസിലാണ് ഞാൻ നിങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി പരിശ്രമിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, നല്ല വാക്കു പറഞ്ഞവർ, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഈ സംഘാടകരുടെ കൂടെ നിന്ന് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ല മരണം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. കാലാവസ്ഥ അത്ര നല്ല അനുകൂലമൊന്നുമല്ല, നല്ല തണുപ്പുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഷർട്ടൊക്കെ ഇട്ടിരിക്കുന്ന അവസ്ഥയിൽ തണുപ്പില്ലാത്ത നാട്ടിൽ നിന്ന് വന്ന എൻ്റെ അവസ്ഥ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അൽഹംദുലില്ലാ, വലിയൊരു സന്തോഷമുണ്ട്. ഞാൻ സുഖമില്ലാതെ കുറച്ച് നാളുകളായി ചികിത്സയിലായിരുന്നു. അപ്പൊ അൽഹംദുലില്ലാ, ഈ മഖാമിലൊന്ന് വരണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിയ്യത്തുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, ഇന്ന് ആ മഖാമിന്റെ മുമ്പിൽ തന്നെ ഇൻഷാ അല്ലാഹ് വരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ ആ ഒരു കാവലും സഹായവും സ്നേഹവും അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഈ മജ്‌ലിസിന്റെ ദുആയിക്ക് അല്ലാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് എനിക്ക് നിൽക്കാൻ കഴിയില്ല, ഇന്ന് വഴുതു പറയണമെന്ന് ആഗ്രഹം. പക്ഷേ
മഹാന്മാരുടെ മഖാമിന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ എന്തൊരു പ്രയാസം. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുറച്ചു നേരമേ ഉള്ളൂ. എല്ലാവരും ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത് ആദ്യമല്ല. വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി ഇത്രയും ദൂരം സഞ്ചരിച്ച് അറിയാൻ ചുരത്തിലൊക്കെ നല്ല തിരക്കായത് കാരണം ഒരുപാട് കറങ്ങി തിരിഞ്ഞാണെങ്കിൽ അൽഹംദുലില്ലാഹ് സമയത്ത് ഇവിടെ എത്തി. അല്ലാഹു നമ്മളുടെ ഈ മജ്ലിസിലെ ദുആയിക്ക് അല്ലാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എഴുന്നേറ്റ് പുറത്തേക്കാണ് എല്ലാം പുറത്താണെങ്കിൽ നല്ല കച്ചവടം നടക്കണം. കുട്ടികളുടെ കച്ചവടം നല്ല കാര്യമുണ്ടോ? ഇതിനൊരു നല്ല വെച്ചിട്ടുണ്ടല്ലോ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോയ എല്ലാവരുടെ ശബ്ദവും അതിന്റെ കുട്ടികലാശത്തിലും അതിന്റെ വിജയ ആഘോഷത്തിലൊക്കെ എല്ലാവരുടെ ശബ്ദം പോയെന്ന് തോന്നി. അള്ളാഹു ഈ മജ്ലിസ് പരിപൂർണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ ഈ സ്വലാത്ത് പറഞ്ഞ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവേ പടച്ചവനെ ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും ഇടങ്ങേറുകളും അള്ളാഹുവെ എല്ലാവിധ സർവ്വ മുസീബത്തുകളും അള്ളാഹുവിനെ മാറ്റി തരണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും അൽഹംദുലില്ലാഹ് കുറച്ചു സമയം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഓടി നിൽക്കണ ചങ്ങായിമാരൊക്കെ എന്റെ പൊന്നു കാക്കന്മാരെ ഒന്ന് ഇരുന്നോടി. അള്ളാഹു തരുമ്പോൾ ഒരു അവസരമാണ്. നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തരുന്ന ഒരു അവസരം. സ്വർഗത്തിലിരിക്കാൻ അവസരം കിട്ടുമ്പോൾ സ്വർഗത്തിലിരിക്കുക, മടുക്കുമ്പോൾ എഴുന്നേറ്റ് പോവുക. എത്രത്തോളം നിങ്ങൾ ഇരിക്കാൻ കഴിയും അത്രത്തോളം. ആ റോഡ് വണ്ടി ഓടുന്ന വഴിയാ, ആ വണ്ടി ഓടുന്ന വഴി കല്ലോ എന്തെങ്കിലും ഒരു സാധനം വഴിയിലൂടെ നടന്നു പോകുന്നവർക്ക് പ്രയാസകരമായ എന്തെങ്കിലും വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ അത് നീ എടുത്തൊന്ന് മാറ്റിയാൽ നിനക്ക് സ്വർഗത്തിലേക്കുള്ള യാത്ര അള്ളാഹു എളുപ്പമാക്കി തരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വഴിയിൽ കിടക്കുന്ന ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാകുന്ന ഒരു വസ്തു എടുത്തു മാറ്റിയാൽ അവന്റെ സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാകുമെന്ന് നിബിധങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വണ്ടി ഓടുന്ന വഴിയാ, ആ യാത്രക്കാർക്ക് ഒരാൾക്കും പ്രയാസമാകുന്ന ഒരവസ്ഥയിൽ നമ്മളൊന്നും നിൽക്കാതെ അള്ളാഹു നമുക്ക് സ്വർഗത്തിലിരിക്കാൻ അവസരം തരുമ്പോൾ നിബിധങ്ങൾ പറഞ്ഞത് ദുനിയാവിൽ 2 സ്വർഗമുണ്ട്. ആ 2 സ്വർഗത്തിൽ ഒരു സ്വർഗം ഇൽമ പറയുന്ന മജ്ലിസ. അപ്പൊ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഇൽമ പറയുന്ന മജ്ലിസ് എന്ന് പറയുന്ന സ്വർഗം കാണുമ്പോൾ ആ സ്വർഗത്തിൽ ഒന്ന് കേറിയിരിക്കാനുള്ള മനസ്സെങ്കിലും നമ്മളിൽ പലർക്കും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിനെ ആദരിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുറച്ച് സ്വഹാബത്തിന്റെ കൂടെ ഒരു വീടിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉമർ തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ വീടിന്റെ അകത്തിരിക്കുമ്പോ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എനിക്കിത്തിരി തടി കൂടിയെന്ന് തോന്നി. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സ്വഹാബത്തിന്റെ കൂടെ ഒരു വീടിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പലരും അങ്ങനെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ഒരു സ്വഹാബി അല്ലാഹുവേ അവിടെ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, ഈ വീടിന്റെ അകത്ത് നിറച്ചും സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അദ്ദേഹത്തിന് സ്വർണത്തിനോടുള്ള അധികമായിട്ടുള്ള ആർത്തിയോ അത്യാഗ്രഹമോ ഉള്ളത് കൊണ്ടല്ല അങ്ങനെ പറയുന്നത്. ആ സ്വഹാബി ഈ വീടിന്റെ അകത്ത് മുഴുവനും സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് ആഗ്രഹിക്കാനുള്ള കാരണം, ആ സമ്പത്ത് എനിക്ക് അല്ലാഹു തന്നിരുന്നെങ്കിൽ അതെല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാമായിരുന്നല്ലോ.
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി കൊടുക്കാമായിരുന്നല്ലോ, പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കാമായിരുന്നല്ലോ. അപ്പൊ ആ സദഖയുടെ വലിയ പ്രതിഫലം എനിക്ക് നേടിയെടുക്കാൻ കഴിയുമല്ലോ എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഒരു സ്വഹാബി പറഞ്ഞ ഈ വീടിന്റെ അകത്ത് നിറയെ സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. മറ്റേ സ്വഹാബി പറയുകയാ, ഈ വീടിന്റെ അകത്ത് മുഴുവനും സ്വർണ്ണ നാണയങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് രത്നങ്ങളും മാണിക്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി കൊടുക്കാമായിരുന്നു. ഒരുപാട് പാവപ്പെട്ട സ്വഹാബികളുണ്ടല്ലോ, അല്ലാഹുവേ, ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പാവങ്ങളുണ്ടല്ലോ, വിധവകളുണ്ടല്ലോ, യതീമീങ്ങളുണ്ടല്ലോ. അവർക്ക് കൊടുക്കാമായിരുന്ന പടച്ചവനെ അതിലൂടെ എനിക്ക് വലിയ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുമല്ലോ. അല്ലാഹുവേ, അതാണ് എന്റെ ആഗ്രഹമെന്ന് രണ്ടാമതൊരു ചെറുപ്പക്കാരൻ പറയുകയാണ്. പടച്ചവനെ ഇങ്ങനെ ഓരോരുത്തരും അവിടെ ഇരുന്നു കൊണ്ട് അവരവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ഉമർ തങ്ങളും സ്വഹാബത്തും അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ചിരിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ കേട്ടുകൊണ്ട് ഇങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോ അവിടെ നിന്ന് സ്വഹാബത്ത് ചോദിക്കുന്നു, അല്ല ഉമർ തങ്ങളെ, ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെന്ന് ചോദിച്ചല്ലോ, ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണെന്ന് ചോദിച്ചല്ലോ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞല്ലോ. അല്ല ഖലീഫ, ഉമർ തങ്ങളെ, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്ത് ചോദിച്ചപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, എന്റെ ആഗ്രഹം സമ്പത്ത് വാങ്ങലല്ല, സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കലല്ല, മാണിക്യങ്ങളും മുത്തുകളും എന്റെ കയ്യിൽ കിട്ടലല്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയുമോ? ഈ വീട് നിറയെ ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നെങ്കിൽ, ഈ വീട് നിറയെ യുവത്വത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നെങ്കിൽ ഏതുപോലെയെന്നറിയുമോ? അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹിനെ പോലെ, സഅദ് ബിൻ അബീ വഖാസിനെ പോലെ, മുസ്അബ് ബിൻ ഉമൈറിനെ പോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിലെ ചില യുവാക്കളുടെ പേര് പറയുകയാണ്. അബൂ ഉബൈദയെ പോലെ ഇങ്ങനെ ചില ചെറുപ്പക്കാരുടെ പേര് പറഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നു, അല്ലാഹ്, ഇതുപോലെ നല്ല നല്ല യുവാക്കളായ ചെറുപ്പക്കാർ ഈ വീട് നിറയെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു റബ്ബേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ 2025 ഡിസംബർ അവസാനം ഒരു വർഷം നമ്മൾ നിന്ന് വിട പറയാൻ ഒരുങ്ങുമ്പോ പരിശുദ്ധമായ റജബിന്റെ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഉമർ നിങ്ങൾ പറഞ്ഞ ഈ ചെറുപ്പക്കാരാരാണെന്നറിയോ? ആരാ ഉമർ എന്നറിയുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നടന്നു വരുന്ന വഴിയിലൂടെ പോലും ഇബ്ലീസിനെ നടക്കാൻ പേടിയാ. ഉമർ വരുന്ന വഴിയിലൂടെ ഇബ്ലീസ് പോലും നടക്കാറില്ല. ആ ഉമറാണ് പറയുന്നത്, കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ തങ്ങളുടെ ചില ചെറുപ്പക്കാരുടെ പേര് പറഞ്ഞിട്ട് പറയുകയാണ്, ഇവരെ പോലെയുള്ള ചെറുപ്പക്കാര് ഈ സമുദായത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഈ വീട് നിറയെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ അറിയുമോ ചെറുപ്പക്കാരാ, ഈ വഅദകൾക്കാണ് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പൊന്നുമോളെ, നിനക്ക് അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് ആരെന്നറിയുമോ? സഅദ് റളിയല്ലാഹു തആല അൻഹു ആരെന്നറിയുമോ? സഅദ് ബിൻ അബീ വഖാസിനെ നിനക്കറിയുമോ? മുസ്അബ് ബിൻ ഉമൈറിനെ നിനക്കറിയുമോ? പഠിച്ചവനെ ഇവരൊക്കെ ആരാണെന്ന് പഠിക്കണം ചെറുപ്പക്കാരാ. എന്റെ പെങ്ങളോട് പറയുകയാണ്, ഇവരൊക്കെ ആരാണെന്ന് ഇവരുടെ ചരിത്രമെന്ന് വായിച്ചു നോക്കണം പെങ്ങളെ. വായിച്ചു
കഴിയുമ്പോഴാണ് അവരാരാണെന്ന് നിനക്ക് മനസ്സിലാകുന്നത്. ഇവരെ പോലെയുള്ള ചെറുപ്പക്കാര് പഠിച്ചവനെ ഈ വീട് നിറയുണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് അല്ലാഹുവേ അവിടുന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുമ്പോ ഇവരാരാണെന്നറിയോ, അവരുടെ ചരിത്രം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും മുത്തുനബിയുടെ ഹദീസുകളും എടുത്ത് പഠിക്കണം പെങ്ങള്. ഈ ചെറുപ്പക്കാരാരെന്നറിയുമോ? അവരുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നപ്പോ, അവരുടെ ജീവിതത്തിൽ ഒരു സങ്കടം വന്നപ്പോ പരിശുദ്ധമായ ഖുർആനിലൂടെ അവരെ സമാധാനിപ്പിച്ചവരായി ചെറുപ്പക്കാര്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചവനെ ഏഴാകാശമങ്കടന്ന പരിശുദ്ധമായ ഖുർആൻ, അതാ ഖുർആനുമായി മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനിന്റെ ആയത്തുമായി കടന്നു വരികയാ. അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ അല്ലാഹുവിന്റെ ഇടപെടൽ ഉണ്ടാവുകയാണ്. ഖുർആനിന്റെ ആയത്തുമായി ജിബ്രീൽ കടന്നു വരികയാ. അവരാരാണെന്നറിയോ? പഠിക്കണേ ചെറുപ്പക്കാരാ. മഹാനായ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാരാ? പഠിക്കണം യുവത്വമേ. ആ ചെറുപ്പക്കാരൻ നമുക്ക് പറഞ്ഞു തരുന്ന ചില നന്മകളുണ്ട് സഹോദരാ. അബൂ ഉബൈദ എന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. മഹാനായ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു പഠിച്ചവനെ ബദർ യുദ്ധം നടക്കുകയാണ്. പഠിക്കണേ പെങ്ങള്, അബൂ ഉബൈദ ആരാണെന്ന് പഠിക്കണേ. ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുമ്പോ അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, എല്ലാവരും ശത്രുക്കളുടെ ഇടയിലേക്ക് വാള് പിടിച്ചുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി അതാ നെഞ്ചും മിണ്ടാതെ നടക്കുകയാ. എല്ലാവരും ബദറിന്റെ രണാങ്കണത്തില് യുദ്ധത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ഒളിച്ചൊളിച്ച് നടക്കുകയാണ്. ആരും കാണാതെ. യുദ്ധം ചെയ്യാനുള്ള പേടി കൊണ്ടല്ല, മരിച്ചു പോകുമെന്നുള്ള ഭയം കൊണ്ടല്ല. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു എന്തുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പിതാവായ ജറാഹ് ഉണ്ടല്ലോ, പടച്ചവനെ തന്റെ സ്വന്തം പിതാവുണ്ടല്ലോ, ഒരു പിടിച്ച വാളുമായിട്ട് ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. രണാങ്കണത്തിലൂടെ തെരഞ്ഞു നടക്കുകയാണ്. അല്ലാഹുവേ, ഒരു ശത്രുവിനോടും പിതാവ് യുദ്ധം ചെയ്യുന്നില്ല. പിതാവ് തെരഞ്ഞു നടക്കുകയാണ്. ഇവിടെ എന്റെ പൊന്നുമോൻ ഉബൈദ എവിടെ? എന്റെ പൊന്നുമോൻ അബൂ ഉബൈദ എവിടെ? വാപ്പ തെരഞ്ഞു നടക്കുന്നത് മകനെയാണ്. മകനാണെങ്കിൽ വാപ്പ കാണാതെ ഒളിച്ചു നടക്കുകയാണ്. കാരണം എന്തെന്നറിയുമോ? വാപ്പ ശത്രുപക്ഷത്താണ്. അല്ലാഹുവേ, മകൻ മുസ്ലിമാണ്, വാപ്പ മുസ്ലിമാണ്. അതുകൊണ്ട് പടച്ചവനെ തന്റെ മതം വലിച്ചെറിഞ്ഞിട്ട് പോയ ഉബൈദ എന്ന് പറയുന്ന പൊന്നുമോന്റെ തലയെടുക്കാൻ, തന്റെ പൊന്നാര മകന്റെ തലയെടുക്കണമെന്നുള്ള ധാരണയിൽ പിതാവ് മകനെ തേടി നടക്കുകയാണ്. എവിടെ നോക്കിയിട്ടും തന്റെ പൊന്മകനെ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തുനാര മകനുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. അവിടെ വന്നിട്ട് വിളിക്കുന്നു, എടാ ഉബൈദ, ഇറങ്ങി വാടാ ഉബൈദ. പഠിച്ചവനെയതാ തന്റെ പൊന്നാര മകനെ വാശി പിടിപ്പിക്കുന്നതിന് വേണ്ടി അവളുടെ പിതാവ് ചീത്ത പറയുകയാണ്. വായി തോന്നിയ വൃത്തികേടുകൾ മുഴുവനും വിളിച്ചു പറയുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ചിന്തിക്കുന്നു, അല്ലാഹ് പറയുന്നത് എന്റെ വാപ്പയാണല്ലോ, അല്ലാഹ് പറയാൻ അവകാശമുണ്ടല്ലോ. എന്നെ ചീത്ത വിളിക്കുന്നത് വേറെ ആരുമല്ലല്ലോ, എന്റെ വാപ്പയല്ലേ വിളിക്കുന്നത്, എന്റെ ഉപ്പയല്ലേ വിളിക്കുന്നത്, എന്റെ ഉപ്പയ്ക്ക് വിളിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു മിണ്ടാതെ മുത്തുനബിയുടെ ചാരത്ത് നിൽക്കുകയാണ്. എത്ര ചീത്ത വിളിച്ചിട്ടും തന്റെ പൊന്നാര മകൻ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി വരുന്നില്ല. അതാ പടച്ചവനെ, ഏതൊരു മനുഷ്യന്റെയും രക്തം തിളപ്പിക്കുന്ന കാര്യമാണ് മാതാവിനെ ചീത്ത പറയുക.
ഏതൊരു ചെറുപ്പക്കാരനെയും പെട്ടെന്ന് വൈലന്റാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഉമ്മയെ പറഞ്ഞ